റോമിംഗ് ആയില്ലേ? അത് ബിഗ് ബോസ് കാരണം. ഇപ്പൊ എങ്ങനെ ഇനാഗ്രേഷനൊക്കെ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? അത് ഞാൻ പറയത്തില്ലല്ലോ, അതെന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത്. 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഉണ്ട് എന്റെ കയ്യിൽ എന്തായാലും 500 രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ നിന്ന് ഇന്ന് കോടികളൊന്നും ഇല്ല കൊണ്ട് എങ്കിൽ പോലും ഉണ്ട് എന്ന് പറയാ. ഹലോ, രേണുസുതി വീണ്ടും യൂട്യൂബിൽ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അലിൻ ജോസ് പെരേര ആളൊരു ഷോർട്ട് ഫിലിമിലോ മറ്റോ രേണുസുതിയെ അഭിനയിക്കാൻ വിളിച്ചു. രേണുസുതി പോയില്ല. അതിനാൽ രേണുസുതി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഞാൻ ഒരിക്കലും കരയില്ല. കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണുസുതിന് ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു, രേണുസുതി ചേച്ചി. അപ്പോൾ ബിഗ് ബോസ് ആണ് രേണുസുതി ചേച്ചിയെ ഞാൻ വിളിച്ചായിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്ന വെച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്തു. വേൾഡിലും 1-2 ആൽബത്തിലൊക്കെ വർക്ക് ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ 10,000 രൂപയ്ക്കൊന്നും വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. 10,000 രൂപയ്ക്കൊന്നും വരാൻ പറ്റത്തില്ല. ഈ 2 മണിക്കൂറിലേക്ക് 10,000 രൂപ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ഒന്നും അല്ല രേണുസുതി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രേണുസുതി കുറച്ച് ഇനോഗ്രേഷൻസ് കിട്ടി. രേണുസുതിക്ക് മാനേജേഴ്സായി. അപ്പം രേണുസുതിക്ക് 10,000 രൂപയൊക്കെ പുച്ഛം. ഇതേ രേണുസുതി വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ബാക്കി കേൾക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിൽ വിന്നറായി നിൽക്കുന്ന ആൾക്കാർ എനിക്കറിയാൻ പാടില്ല, അവരെ കുറിച്ച് എനിക്ക് അവിടെ ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ രേണുസുതി ചേച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്നോട് വർക്ക് ചെയ്യപ്പോ വലിയ പേയ്മെന്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ, എന്നെ ആദ്യം വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ചേച്ചിയോട് എനിക്കൊരു വാക്ക്, എന്നേലും പ്രായം കൊണ്ട് മൂത്തതാണ് ചേച്ചി, 30 വയസ്സിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്റെ പ്രായം 24 വയസ്സാണ്. ഇനിയുള്ള നായികമാരും 30 വയസ്സിനും 25 വയസ്സിനും താഴെയായിരിക്കും എന്ന് ഞാൻ കേരള ജനതയോട് ഉറപ്പ് തരികയാണ്. ഇനിയുള്ള ഒരു കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കും. കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രേണുസുതി പോയി കഴിഞ്ഞാൽ 100 രേണുസുതിമാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അലിൻ ജോസ് പെരേരയുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രേണുസുതി, അല്ലാണ്ട് അത് കമ്മിറ്റുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും എനിക്കില്ല. അപ്പോ ഇപ്പൊ പറയാനുള്ളത്, ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ആദ്യം വിളിച്ചപ്പോ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു വർക്കില് വിളിക്കുമ്പോൾ ഞാൻ വലിയ കാശ് മേടിച്ചിട്ടാണ് പോകുന്നത്, ഞാൻ 10,000 രൂപ പോകില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. കാരണം പോട്ടേന്ന്, കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് പറയാനാണ്. ബിഗ് ബോസിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും റീൽസ് ഒക്കെ ചെയ്ത് നമ്മളും കൂടി സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മളെ 5 മില്യൺ റീല് നമ്മളോട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് അത്രയും റീൽ വന്നു. അപ്പൊ എന്നിട്ട് നമ്മളെ സപ്പോർട്ടിനെസ് ഒരു തല മറന്ന് എണ്ണ തേക്കരുത് രേണുസുതി. നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മൾ എങ്ങനെയാണ് ഇത്രയും ഒരു ഫെയിമിലെത്തിയത്, അല്ലെങ്കിൽ ബിഗ് ബോസിലെത്തിയത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലെത്തിയത് എന്നുള്ളത് രേണുസുതി മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയ ഫെയിമൊക്കെ കുറച്ച് നാളെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും രേണുസുതി പഴയ പോലെ ആവും. അപ്പോൾ ഇവരൊക്കെ കാണേണ്ടി വരും. 100 രൂപയ്ക്ക് വേണ്ടി ഉണ്ട് എന്റെ കയ്യിൽ എന്തായാലും 500 രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ നിന്ന് ഇന്ന് കോടികളൊന്നും ഇല്ല കൊണ്ട് എങ്കിൽ പോലും ഉണ്ട് എന്ന് പറയാ. 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും കുറച്ച് കാശ് കയ്യിൽ വന്ന് എന്ന് കരുതി ബാക്കിയുള്ള കാര്യങ്ങളും മറക്കത്തില്ല രേണുസുതി. റോമിംഗ് ആയില്ലേ? അത് ബിഗ് ബോസ് കാരണം. ഇപ്പൊ എങ്ങനെ ഇനാഗ്രേഷനൊക്കെ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? അത് ഞാൻ പറയത്തില്ലല്ലോ, അതെന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത്. എത്ര മാനേജേഴ്സ് ഉണ്ട് ഇപ്പോ? ഇനാഗ്രേഷനൊക്കെ എൻ്റെ മാനേജറുടെ അടുത്ത് സംസാരിച്ചാൽ മതി. അനുമോൾക്ക് മാനേജർ ഉണ്ടോ എന്തോ, രേണുസുതിക്ക് മാനേജറൊക്കെ. അനുമോൾ നിനക്ക് വല്ല മാനേജറുണ്ടോ? അല്ല ബിഗ് ബോസ് ജയിച്ചിട്ടേ മാനേജർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. രേണുസുതിക്ക് മാനേജറായി, അക്കൗണ്ടിൽ ലക്ഷങ്ങളായി, വന്ന വഴിയോട് പുച്ഛമായി. ഇനി രേണുസുതി സ്റ്റോറി ആക്കി വെച്ച ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കേൾക്കാം. രേണുസുതിയെ പറ്റി നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരു വിവാദം വന്നായിരുന്നു. ലൈവിൽ വന്നതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ രേണുസുതിനെ ഒരു വർക്കിന് വിളിച്ചിട്ട് രേണുസുതി പോയില്ല. അതാണ് പുള്ളിക്കാരന് ഈ ഒരു ലൈവ് വരാനുള്ള കാരണം. അതിൽ വന്നിട്ട് പുള്ളി പറയുന്നതെല്ലാം വിവരക്കേടാണ്. മനസ്സിലായില്ല, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട്. ഇപ്പൊ അലൻ ജോസ് പെരേരയുടെ ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ
അതിൽ ഞാൻ പോകത്തില്ല. പോകത്തില്ല അല്ലേ? നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ്. അതെ. അല്ലേ? എല്ലാവരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അലൻ ജോസ് പെരേരയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ല, അതുകൊണ്ടാണ് രേണുസുതി വർക്കിന് പോവാത്തതെന്ന്. ഇതേ അലിൻ ജോസ് പെരേരയുടെ കൂടെയാണ് രേണുസുതി വർക്ക് ചെയ്തിട്ടുള്ളതും ഡാൻസ് കളിച്ചിട്ടുള്ളതും ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളതും എന്നൊക്കെ ഒന്ന് ആലോചിക്കണം. രേണുസുതി ഒന്ന് ബിഗ് ബോസിൽ കയറി ഇറങ്ങിയപ്പോൾ അലൻ ജോസ് പെരേരയ്ക്ക് ക്വാളിറ്റി ഇല്ല. ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല വെള്ളം ഏത് ചെളിവെള്ളം ഏതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം അല്ലേ? അത്യാവശ്യം നല്ല വർക്കുകളല്ലേ പോകുള്ളൂ അല്ലേ? ഈ രേണുസുതിയെ പോലുള്ള ഒരു വ്യക്തി ഇപ്പൊ ബിഗ് ബോസും കഴിഞ്ഞു വളരെ ഒരുപാട് വർക്കുകൾ കിട്ടി നല്ല തിരക്കുള്ള ഒരു സമയമാണ് ഇപ്പൊ രേണു അല്ലേ? ഇപ്പൊ ഈ പുള്ളിക്കാരി പുറത്തു പോയിരുന്നു, നാട്ടിൽ തന്നെ ഒരുപാടധികം വർക്കുകളുണ്ട്. ഇത്രയും ശരി, സമ്മതിച്ചു. ഒരു 2-3 മാസം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആ തിരക്ക് കാണും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അലൻ ജോസ് പെരേരയുടെ പിറകെ പോവരുത് രേണുസുതി. പോയി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടായിരിക്കും. ഇപ്പം ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സത്യമായിട്ടും അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊക്കെ തോന്നും. ഈ വർക്കൊന്നും ഇല്ലാതിരിക്കുമ്പം ഓരോരുത്തരുടെ കാല് പിടിക്കാൻ നടക്കരുത്. പ്രത്യേകിച്ച് തന്നെ അലൻ ജോസ് പെരേരയുടെ അടുത്തോട്ട് പോകരുത്. പുച്ഛായിരിക്കും അവർക്ക് നിങ്ങളോട്. നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു വർക്ക് എന്തുകൊണ്ട് റിജക്ട് ചെയ്ത് നന്നായി മനസ്സിലായി. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രേണു ഇപ്പൊ വളരെ സെലക്റ്റീവ് ആയിട്ടുണ്ട് വർക്കുകൾ ചൂസ് ചെയ്യുന്നതിലും അല്ലേ? അതെ അതെ, എല്ലാത്തിനും വളരെ സെലക്റ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലൻ ജോസ് പെരേര വിളിച്ചപ്പോൾ നോ പറഞ്ഞത്. അത് കോമൺ സെൻസ് ഉള്ള ആരായാലും നോയെ പറയത്തുള്ളൂ, മനസ്സിലായി. ആ നോ പറഞ്ഞതിന്റെ ഒരു വൈരാഗ്യമായിട്ടാണ് അലൻ ജോസ് പെരേര ലൈവിൽ വന്നത് രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രേണുവിന്റെ ഏജിനെ പറ്റിയൊക്കെ പറയും. ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. കാര്യം ഏജ് എത്ര ആയിക്കോട്ടെ, എങ്കിൽ ഏജ് അലൻ ജോസ് പെരേരനെ കാട്ടിയും കൂടുതലാണ്. അലൻ ജോസ് പെരേര 24 വയസ്സുകാരനെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പുള്ളിയെ കണ്ടാൽ തന്നെ 40 വയസ്സ് തോന്നി. എനിക്കറിയത്തില്ല എത്രയാണ് പുള്ളിയുടെ വയസ്സെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ രേണുവിന് ഇത്രയും വയസ്സുണ്ട്, പിന്നെ വയസ്സുണ്ടെങ്കിൽ പിന്നെ എന്തിനു വർക്കിന് വിളിക്കാൻ പോകും? രേണു വയസ്സ് കുറച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നേടിക്കൊണ്ട് നടക്കുന്നില്ല. അലൻ ജോസ് പെരേരാണ് എല്ലാ വർക്കിലും വന്ന് എനിക്ക് വയസ്സ് കുറവാണ്, നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെല്ലാം കല്യാണം ആലോചിച്ച് നടക്കുന്ന ഇവന്റെ ഒരു വർക്കിന് വിളിച്ചപ്പോൾ പോവാത്തതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ സംസാരിച്ച് ഒരു ലൈവ് ഉണ്ടാക്കിയിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വിവരമില്ലായ്മ. വിവരമുള്ള ഒരാൾ പോലും ഈമാരുടെ കൂടെയുള്ള വർക്കിന് പോകുന്നില്ല. പിന്നെ അലൻ ജോസ് പെരേര പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ്, അലൻ ജോസ് പെരേര കൂടെ വർക്ക് ചെയ്തത് കൊണ്ടാണ് രേണുസുതിക്ക് ബിഗ് ബോസിൽ ചാൻസ്. എങ്കിൽ ഇവന്മാരോട് അഭിനയിച്ചാൽ എല്ലാവർക്കും ബിഗ് ബോസിൽ ചാൻസ് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ചാൻസ് കിട്ടിയോ? ഇല്ല. എന്താ 5 മില്യൺ വ്യൂസ് കിട്ടി, അതുകൊണ്ടാണ് ബിഗ് ബോസ് കിട്ടിയത്. ഇവന്റെ കൂടെ ഒരു വീഡിയോയിൽ 5 മില്യൺ വ്യൂസ് കിട്ടിയാണോ ബിഗ് ബോസ് കയറിയത്? ഒരിക്കലല്ല. രേണുസുതി ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും അവന് 5 മില്യൺ വ്യൂസ് കിട്ടിയത്. എങ്കിൽ ഇവന്മാരെ കൂടെ അഭിനയിക്കുന്ന ഒരുപാട് ആന്റിമാര് വന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇവരെല്ലാവരും പോണ്ടേ ബിഗ് ബോസിൽ? എന്തുകൊണ്ടും രേണു ഈ വർക്ക് എടുക്കാതെ തന്നെ നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. വളരെ സെലക്റ്റീവായിട്ട് മാത്രം രേണു വർക്ക് എടുക്കുന്നുണ്ട്. കാര്യം രേണുവിന് വിദേശത്തൊക്കെ ഒരുപാട് വർക്കുകൾ പ്രൊമോഷൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പൊ നല്ല വർക്കുകളെ ചെയ്യത്തുള്ളൂ. ഇവന്മാരെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് 2 കറക്കം, ഒരു പാട്ട് പിടി, 2 ഉമ്മം വെപ്പ്, ഇതാണ് എന്റെ വർക്കുകൾ. അപ്പൊ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ രേണു വേണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യം. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇതിനു മുമ്പ് അലൻ ജോസ് പെരേരയുടെ കൂടെ ഈ പറയുന്ന രേണുസുതി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെ വന്നു? ബിഗ് ബോസ് ഫെയിം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ബിഗ് ബോസ് ഫെയിമാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഇതിൽ രേണുസുതി ഒന്ന് പൊങ്ങിപ്പോയി. എന്തൊക്കെയാണെങ്കിലും വന്ന വഴി മറക്കരുതായിരുന്നു. ശരി എന്നാൽ.